സമാധി ഒരാളെ സാവധാനത്തിൽ കൊന്ന് ജീവനെടുത്ത് കുഴിച്ചിട്ട് നെഞ്ച് വരെ മണ്ണ് മൂടിയിട്ട് കോൺക്രീറ്റ് സ്ലാബും ഇട്ടിട്ട് പറയാം സമാധി. ഇങ്ങനെ പോയാൽ സപ്പോർട്ടിന് ഒരുപാട് പേർ വരും. ഇത് കണ്ട് ഒരുപാട് പേരെ സമാധിയാക്കാൻ മറ്റ് ചില സന്യാസിമാർ വീണ്ടും വരും. നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, പോലീസുണ്ട്, ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിയുണ്ട്. അത്തരമൊരു നാട്ടിൽ സാക്ഷരത ഏറ്റവും കൂടിയ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ, തലസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരമൊരു കാര്യം നടക്കുമ്പോൾ അതിനെ വരെ സപ്പോർട്ട് ചെയ്യാൻ പല വർഗീയതയുടെയും വിഷമണിഞ്ഞുകൊണ്ട് ഓരോ സംഘടനകൾ വരുന്നു. പൊളിക്കില്ല എന്ന് പറയാൻ മറ്റ് നിയമപാലകർ വരുന്നു. അത് വേണ്ട. അന്തിച്ചർച്ചകൾക്ക് കൂടുതൽ ആഘോഷമേകാൻ ഓരോരോ വാദങ്ങളുമായി മറ്റു ചിലർ വരുന്നു. സത്യത്തിൽ ഒരു മനുഷ്യ ജീവനെയാണ് അത് എങ്ങനെ, ചിലപ്പോൾ ജീവൻ പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ആക്രമിച്ചതായിരിക്കാം. ഏത് തരത്തിലാണ് എങ്കിൽ പോലും അതിൻ്റെ സത്യാവസ്ഥ നാട്ടുകാർ പറയുന്നത് പോലെ അതിൽ സംശയമുണ്ട്, ദുരൂഹതയുണ്ട്, അതിനകത്ത് ആളുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ ആവശ്യകതയാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ നിയമപാലകരുമാണ്. അല്ലാതെ സമാധി എന്ന പേരിൽ ഒരാളെ കൊന്ന് കുഴിച്ചിട്ടിട്ട് അത് പിന്നീട് തെളിയിക്കാൻ, അത് തുറക്കാൻ അനുവദിക്കുന്നില്ല. അതിൽ കൂടുതൽ വിവാദങ്ങൾ വരുന്നു. അതിൽ ഏത് കുറ്റകൃത്യവും ചെയ്യാൽ അത് ശിക്ഷിക്കപ്പെടണം. അതിൻ്റെ സത്യം പുറത്തു വരേണ്ടതുണ്ട്. ഇവിടെ അതിനൊക്കെ വിലങ്ങ് തടയായി മറ്റു ചില വാദങ്ങളെയും ഇത്തരത്തിലുള്ള കപട സന്യാസിയും സമാധിയും എന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം അങ്ങേയറ്റം നമ്മുടെ സാക്ഷരത സമൂഹത്തിന് ലജ്ജാകരം തന്നെയാണ്. ഒരുപാട് ചർച്ചകളും ഒരുപാട് ട്രോളുകളും ഒക്കെ കണ്ടു. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് തെളിവുകൾ, പലരും അറിയാതെ പോകുന്ന രണ്ട് തെളിവുകളുണ്ട്. ഒന്ന്, ആ പോസ്റ്റർ അടിച്ചതാണ്. ഈ ഒരു സംഭവം നടന്ന് പിറ്റേന്ന് തന്നെ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചു എന്ന് പറയുമ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, അതായത് ഒരു പോസ്റ്ററിൽ ബ്രഹ്മശ്രീ ഗോപൻ സ്വാമികൾ ആ സമാധിയായി എന്ന് പറയുന്ന തരത്തിലൊരു പോസ്റ്റർ ആ ഒരു നിമിഷ നേരം കൊണ്ട് ലഭിച്ച് ആ സമൂഹത്തിൽ, ആ ഒരു നാട്ടിലാകെ ഒട്ടിക്കണമെങ്കിൽ അത് ഒരു നാളത്തെയോ രണ്ട് നാളത്തെയോ പ്ലാനിങ് കൊണ്ട് ഒരിക്കലും പറ്റില്ല. വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ സാധിക്കും ആ ഒരു വസ്തുതയിൽ നിന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ പറഞ്ഞതിൽ, അവർ ഈ മാധ്യമങ്ങൾക്ക്, പോലീസിന് ഒഫീഷ്യലായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും മാധ്യമങ്ങൾക്ക് കൊടുത്ത മൊഴിയിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. നാട്ടുകാർ തിരിച്ചറിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ആ പുള്ളി കിടപ്പിലായിരുന്നു. അത് സത്യമാണോ അല്ലയോ എന്ന് ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇനി കിടപ്പിലാണ് അല്ല എങ്കിൽ പോലും BP-യുടെയും ഷുഗറിൻ്റെയും ഗുളിക കഴിച്ചുകൊണ്ട് സമാധിയിലേക്ക് പോകുന്ന സ്വാമിജി ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു പക്ഷേ അവർ വളരെ വലിയൊരു കുറ്റകൃത്യം കുടുംബമായിട്ട് മറയ്ക്കാൻ നോക്കുന്നു. അല്ല എങ്കിൽ ആ ഒരു സമാധി എന്ന ലൈസൻസ് എടുത്തുകൊണ്ട് അതിൻ്റെ മറവിൽ അവർ മറ്റൊരു കള്ളത്തെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതെന്ത് തന്നെ ആയാലും, അല്ലെങ്കിൽ അതിന് മുകളിൽ മറ്റൊരു മറുപുറം യഥാർത്ഥത്തിൽ സമാധി ആയതാണോ എങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.